ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ യാത്ര കൊടുക് വഴി ഉള്ളാളം പോവാണ് കേട്ടോ. നമ്മൾ ഉള്ളാളം പള്ളിക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോ മംഗലാപുരാണ്. അപ്പോ നമ്മളെ യാത്ര എങ്ങനെയെന്ന് വെച്ചാൽ കൊടുക് വഴിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കൊടുകത്തെ കുറച്ച് വിശേഷങ്ങളും മംഗലാപുരത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്ന് പോകാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആർദ്രമായ സ്വാഗതം. ഇപ്പൊ നമ്മൾ ലൈവ് ഒക്കെ ഇടയ്ക്കിടക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ ലൈവ് കാണാറില്ലെങ്കിൽ നമ്മളൊരു 6:45 7 മണി സമയം, വൈകുന്നേരം 7 മണി സമയത്തൊക്കെ നമ്മൾ ലൈവ് വരാറുണ്ട്. അപ്പോ അത് ഞാൻ പറയാണ് കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിലൂടെ കാര്യങ്ങൾ അറിയാലോ. അപ്പൊ അതിനാണ് ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ ഡെയിലി വരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ലൈവ് വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ആദ്യം തന്നെ അവർക്കൊക്കെ ഒരു വലിയ താങ്ക്സ്. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഇതൊരു കുഴല് മിഠായിയാണ്. ഇതൊരു കുഴല് പോലെ ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അത്ര ഉള്ളു പണി. ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഓ കാര്യം പറഞ്ഞു, ഇത്ര ഉള്ളു. നമുക്ക് ഇത്രേ ഉള്ളു പറയാൻ. പറയേ ഹലോ, എന്തെങ്കിലും പറഞ്ഞ എന്താ പറഞ്ഞ? അല്ലൂസ് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയാല്ലോ. ആര് പറയൂ? പറയും. പക്ഷെ വയനാട് പറയുന്നത് ഒരു പ്രത്യേക വികാരാട്ടോ. ഒരു പ്രത്യേക സംഭവമാണ് കേട്ടോ വയനാട്. എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ ഭംഗി അല്ലേ? പക്ഷെ ഇവിടെ എത്തുമ്പോ നമുക്ക് കവളപ്പാറയും ചൂരൽമലയൊക്കെ ഓർമ്മ വരും കേട്ടോ. അറിയാതെ ഉള്ളിലൊരു വിങ്ങലും വരും. ഇതാണ് വൈത്തിരി ഇല്ലേ? ഇപ്പൊ നമ്മള് വൈത്തിരി എത്തി. ഇതാണ് വൈത്തിരി. ഇവിടെ എന്താ ഇങ്ങനെ ചായപ്പൊടി, അതുപോലെ നമ്മുടെ ഏലക്കായ, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒത്തിരി കടകളുണ്ട്. ഈ ഗാന്ധി ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു ചെറിയ കടകളുണ്ട് അല്ലേ? അറിയാം ഇവിടെ വയനാട് എന്താന്നുള്ളത്. സ്പൈസസ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വയനാട് വന്നിട്ട് അത് മേടിക്കാതെ പോണത് നഷ്ടാണ്. ഈ കട കണ്ടോ? ഇതുപോലത്തെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പൈസസ് മേടിക്കാതെ പോകാൻ പറ്റില്ല. കാരണം നല്ല ഫ്രഷ്, അതുപോലെ നല്ല ക്വാളിറ്റി സ്പൈസസ് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ വയനാട്. അതുപോലെ കൊടുക ഭാഗത്തൊക്കെ നല്ലതായിട്ട് നല്ല സ്പൈസസ് കിട്ടും. വയനാടൊക്കെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ അല്ലൂസ് അവിടെ ബാക്കില് മിഠായിക്ക് ഇങ്ങനെ ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എക്സ്ട്രാ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അല്ലൂസ് ബാക്കിൽ ഇരുന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നതാട്ടോ. അല്ലൂസേ എന്തൊക്കെയുണ്ട്? ഇതാണ് അല്ലൂസിന്റെ. ഇതെന്താണ്? ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ ഇത് കഴിക്കാൻ പാടില്ല കാരണം ഇതിന്റെ കമ്പനിക്കാർ വന്ന് നമ്മൾ എന്തെങ്കിലും പറയുന്നാവില്ലല്ലോ. ഇതൊന്നും കഴിക്കാൻ പാടില്ല. വേണം പറഞ്ഞ വേണം. എന്തോ സോപ്പ്? ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, എല്ലാം കഴിക്കണു. ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടോ. ഫുഡിന്റെ എന്താണെങ്കിലും മനോഹരമായ കാഴ്ചകളാട്ടോ. തേയിലത്തോട്ടങ്ങളും ചെറിയ കൊച്ചു കടകളും, ഒരു കുറച്ച് വീതി കുറഞ്ഞ വഴി. എന്താ രസല്ലേ? ഒരു ഐസ്ക്രീം കട കാണുന്നുണ്ട്. നമുക്ക് ഒരു ഇച്ചിരി ഐസ്ക്രീം മേടിക്കാം ചെറുതായിട്ട്. അല്ലൂസിന് എന്താ വേണ്ട? അല്ലൂസേ ഐസ്ക്രീം നോക്കിട്ട് മേടിച്ചു. വന്നോട്ടെ.
എന്തെങ്കിലും കാണിക്കണേ. ആ മതി 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 നിർത്തിക്കണേ. എത്രണ്ണ? 4 എണ്ണം. 4 വാനില. എന്നൊക്കെ പൈസ തന്നെ. അയ്യോ കയ്യോ അങ്ങനെ നമ്മള് ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരിക്കട്ടെ. അല്ലൂസിന് എന്നുള്ള പരിപാടി കേട്ടോ അത്. അല്ലത് എന്താ പറഞ്ഞു കൊടുത്താ? ഇതാണ് വാനില ഐസ്ക്രീം. ഈ സംഭവം കാണുമ്പോ നമ്മള് സ്കൂളിൽ പഠിച്ച കാലം ഓർമ്മ വരില്ലേ? നമ്മള് സ്കൂളിലൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ ഈ വീട്ടിൽ കൂടിയൊക്കെ ഇങ്ങനത്തെ ഐശ്വര്യ വരില്ലേ, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കൂലേ, ആ സംഭവമാട്ടത്. ഫോട്ടോ എടുക്കാനാണ് എത്ര ആളുകളാണ്. അങ്ങനെ നമ്മള് മൈസൂർ റോഡിന് ഇങ്ങോട്ട് തിരിഞ്ഞോട്ടോ. സംഭവം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഭംഗിയാ, എന്താ സഹിക്കുന്നില്ല. അപ്പുറത്തെ സൈഡിൽ എന്താ പൂളയാണ് കുത്തിക്കുന്നത് അല്ലേ, വാഴയാണല്ലേ. ഒരു ഐസ്ക്രീം തിന്നതാണ് ഈ കൈമാരി സൗണ്ടില്. നമ്മള് ചൂടുള്ള ചായ കുടിച്ചിട്ട് പോയാണ് എനിക്ക് ഐസ്ക്രീം തിന്നുക കേട്ടോ. ഒരു ഐസ്ക്രീം തിന്നാൻ അടുത്തൊരു എക്സ്പ്രഷന്. നമ്മളെ നാട്ടിലൊക്കെ കുറച്ച് വയസ്സായ ആളുകളൊക്കെ ഒരു ഐസ്ക്രീം കാട്ടിക്കണോ എന്താലേ അതിന്റെ ഒരു ഗതികേട്. നമ്മളെ നാട്ടിലൊക്കെ വയസ്സായ ആളുകൾ ചായ കുടിക്കുമ്പോ ഇങ്ങനെ ഊതിയിട്ടല്ലേ കുടിക്കുക. ആ കാട്ടിലാണ് ഈ ഐസ്. ഈ ഭാഗത്തൂടെ ഹോം സ്റ്റേ കുറെ ഉണ്ട് അല്ലേ. സംഭവം എത്രയോ ഒരു ബോർഡാ ഞാൻ കണ്ടറിയോ, ഹോം സ്റ്റേ എല്ലായിടത്തും കൂടി ഉണ്ട്. എന്നുവെച്ചിട്ട് അവിടെ ഇരുന്നു. കൊറച്ച് പല്ലില്ല അത് തിന്ന് കഴിഞ്ഞിട്ടൊക്കെ കാട്ടിക്കുന്നു. ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. വേഗം തിന്നിട്ട് അടുത്ത് ചോദിക്കും. എന്താ രസല്ലേ, അതുകൊണ്ട് മലകളൊക്കെ കണ്ടു. ഈടം കൽപ്പറ്റ ഇതിലെ ഇതാണ് സംഭവം. ഇതെവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതാ കണ്ട മേപ്പാടിന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോ നമുക്ക് അതിങ്ങനെ ഓർമ്മ വരും.
എന്താന്നറിയില്ല. ഇതെവിടെ എഴുതി കണ്ട മേപ്പാടി ഇതാക്കണം ബോർഡ് ഉണ്ട്. ഇത് സ്ട്രൈറ്റ് പോകണം തോന്നുന്നു മേപ്പാടി. ഇത് അങ്ങനെ ഊട്ടിക്കും പോവാൻ തോന്നില്ലേ? അതാ ഊട്ടിന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. എന്താ റബ്ബേ ചെയ്യാലേ. കണ്ടോ, രണ്ട് സൈഡും പാറയാണ് കേട്ടോ. കണ്ടോ, ഇത് എന്താ ഉറവ് പൊട്ടിയതാട്ടോ. മഴ ആയതുകൊണ്ട് ഉറവ് പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, അത് വെള്ളം വരുന്നുണ്ടോ. വെയിലായതുകൊണ്ടാട്ടോ നമുക്ക് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്ത. പാറ കണ്ടത് നല്ല വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടിയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നല്ല പാറയും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്ഥലം കേട്ടോ. ഈ ഉറവ് പൊട്ടി ഈ വെള്ളമാണ് ഈ റോഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ചു പോകുന്ന കണ്ടോ. റോഡ് നനഞ്ഞിരിക്കുന്നത് കണ്ടോ. അത് ഉറവ് വെള്ളാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉറവ് പറയും. നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുക. നമ്മുടെ നാട്ടിൽ ഉറവ് പൊട്ടുകയെന്ന് പറയും. മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഉറവ് പൊട്ടും. ഇതാ കണ്ടോ, ഈ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളം നല്ല വെള്ളമല്ലായിരിക്കും അല്ലേ? നല്ല വെള്ളമല്ലായിരിക്കും. അത് നല്ല വെള്ളമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഇതെവിടെ എത്തിക്കാ. റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. മാനന്തവാടി എത്താറായോ? എത്തിയിട്ടില്ല. കൽപ്പറ്റ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? നല്ല സ്ഥലങ്ങൾ കേട്ടോ. എന്താന്ന് വെച്ചാ കാപ്പി, തേയില, കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളാട്ടോ നമ്മൾ ഇങ്ങനെ പോകുമ്പോ കാണാൻ പറ്റുന്ന കാര്യങ്ങള്. ഇപ്പുറത്തെ സൈഡൊക്കെ കാപ്പിയാണ് കേട്ടോ. അതാ ഈ കാണുന്നതൊക്കെ കാപ്പിയാണ് കണ്ടോ. പിന്നെ കുരുമുളകും ഉണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നാളെ മുതൽ മഴ കനക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താവോ അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. കുട്ടികൾ സ്കൂളൊക്കെ തുറക്കാനായി. മഴയും കൂടും. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാവും. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പൊ കുറേ കണ്ടൊരു സംഭവമാണ് മുളയരിന്റെ പായസം കേട്ടോ. ചെറിയ ചെറിയ കടകളുണ്ട്. ഒത്തിരി കടകൾ നമ്മൾ കണ്ടു കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്തറിയോ? മടക്കിമല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു സ്ഥലം കേൾക്കുന്നത്. ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. മുട്ടിൽ ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്ത് മുട്ടിലാണ്. നമ്മൾ ഇത് കേട്ടിട്ടില്ലേ? മുട്ടിൽ മരമുറി കേസൊക്കെ കേട്ടിട്ടില്ലേ? ആ സംഭവമാണ് കേട്ടത്. ആ സ്ഥലാണത്. പ്രോപ്പർ സ്ഥലത്തിന്റെ പേരാണ് മടക്കിമല അല്ലേ? റോഡ് കുറച്ച് ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. സംഭവം വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ. ഇവിടെയൊക്കെ സ്ഥലപ്പേരുകൾ വെറൈറ്റി ആട്ടോ അല്ലേ? കമ്പളക്കാട്, കരണി അങ്ങനെയൊക്കെ സംഭവങ്ങളാട്ടോ. അങ്ങനെ നമ്മള് ഒരു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തു അല്ലല്ലോ. പറഞ്ഞ എന്തൊക്കെയുണ്ട് വിശേഷം? അതാണ് ഞാൻ ഓൻ പറയില്ല, നമ്മള് പറയണം. ഒന്നും പറയില്ല. ഓന് ആകെ പറയാം മിഠായി വേണം, ലേസ് വേണം ഇതൊക്കെ പറയുള്ളൂ. ബാക്കിയൊന്നും പറയില്ല കേട്ടോ. അതാ. പിന്നെ നല്ല വെയിലാട്ടോ. ഒരുമാതിരി വെയിൽ കേട്ടോ. വെയിലറച്ചപ്പോ എന്തോ ഇല്ലല്ല. എത്ര സോപ്പിട്ടാലും മുട്ടായി ഒക്കെ കഴിഞ്ഞു. കുണിഞ്ഞില്ല.
ഇന്നത്തെ മിഠായിന്റെ കോട്ട തീർന്നല്ലോ തീർന്നോ ഓക്കെ തെറ്റി ഇക്ക നമുക്ക് ഒരു ഐസ്ക്രീം പൊരിക്കട്ടോ അഞ്ചൂന് കൊടുക്കണ്ട നമ്മൾ ഐസ്ക്രീം മേടിക്കണം അല്ല മുട്ടായി മേടിക്കുന്ന കാര്യം പറഞ്ഞാൽ മതി ഓന്റെ തെറ്റൊക്കെ അതോടെ നിൽക്കും. പനമരം ടൗൺ ആണല്ലേ ഇത്. ഇതാണ് പനമരം ടൗൺ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടൗൺ ആണ് പനമരം. പനമനല്ല പനമരം. പനമനല്ലടാ പനമരം. അല്ലൂസിന് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താല് അത് തിരിച്ചിട്ടാ പറയാ. ഇപ്പൊ ഇതുവരെ മുളക് നമ്മൾ പറഞ്ഞു കൊടുത്ത മുളക് പറഞ്ഞു കൊടുത്ത മൊകള് ഇനി നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മൊകള് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അത് റെഡി ആയി വന്നത്. അതുപോലെ തന്നെ നമ്മൾ താറാവ് പറഞ്ഞു കൊടുത്ത താവാറ് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ അത് പറഞ്ഞ അവൻ ചിരിക്കും. താറാവ് കുറുവാദ്വീപ്, പുൽപ്പള്ളി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അങ്ങനെ നമ്മള് കാട്ടിക്കുളം എത്തിയിട്ടില്ല. കാട്ടിക്കുളത്തേക്ക് 16 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പനമരത്തുനിന്ന് കാട്ടിക്കുളത്തേക്ക് 18 കിലോമീറ്റർ ഉണ്ട്. 16 കിലോമീറ്ററോളം ഉണ്ട്. അത്യാവശ്യം നല്ല റോഡുകളാട്ടോ ഈ ഭാഗത്തൊക്കെ. റോഡ് അത്ര വലിയ കംപ്ലൈന്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗം. നൂഡിൽസാ? നൂഡിൽസ് ഒന്നും എപ്പോഴും കഴിക്കാനൊന്നും പറ്റില്ല ലൂസേ. എന്ത് നൂഡിൽസ്? ഈ നൂഡിൽസ് കഴിക്കൊന്നുമില്ലമ്മ. പറയും നൂഡിൽസ് വേണമെന്ന്, പക്ഷെ ഉണ്ടാക്കി അവൻ കഴിക്കണില്ല. അത് നൂഡിൽസ് ഇഷ്ടൊന്നുമില്ല, വെറുതെ പറയാ. നാളെ താത്ത കൊടുത്തിട്ടൊന്നും തിന്നിട്ടില്ല. ഒരു ബോർഡ് കണ്ടോ തിരിച്ചാട്ടോ വെച്ചിരുന്നത്, കണ്ടോ? ചെറുകാട്ടു ഉരുളക്കിഴങ്ങ് കൂട്ടുവോ? കിഴങ്ങും മാമും കഴിക്കൂലേ സ്കൂൾക്ക് പോകുമ്പോ? വേറെന്താ വേണ്ടേ? ചിക്കൻ എങ്ങനെ സ്കൂൾ കൊണ്ടുപോവാ? ചിക്കൻ ഒന്നും സ്കൂൾ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മച്ചിലോട്ടി വേറെ കഴിക്കാൻ പറ്റില്ല. വേറെന്താ പറ? അലൂസിനോട് നമ്മൾ കഴിക്കാൻ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചാലേ അവൻ ബ്രോസ്റ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, മന്തി ഇതൊക്കെ അവൻ പറയുള്ളൂ. ഇത് ചക്ക ചിപ്സ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ വന്നപ്പോ ഒരു ചക്ക ചിപ്സ് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ ആളുകള്. അപ്പൊ നമ്മള് ചക്ക ചിപ്സ് മേടിച്ചതാണ്. കണ്ടത് ഇവരെ വീട്ടിലുണ്ടാക്കുന്നതാണ്. നമ്മൾ ഇതൊരു ദിവസം വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നമ്മള് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടില് ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ചക്ക ഇങ്ങോട്ട് വേസ്റ്റ് ആയിട്ടാണ് പോകും. മഴക്കാലം ആയി കഴിഞ്ഞാലാണ് അത് പെട്ടെന്ന് പഴുക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടോ. ഇങ്ങനെ എത്രയും പെർഫെക്റ്റ് ആവോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്. നമ്മളൊക്കെ ഉപ്പ് ഇടും കേട്ടോ. ഈ ഭാഗത്ത് ഉപ്പിടാമെന്ന് ഇടാത്തതാണോ ഇടാൻ മറന്നു പോയത് എന്താന്ന് അറിയില്ല. ഉപ്പ് കുറച്ച് കമ്മിയുണ്ട്. എട്ട് കിലോമീറ്റർ കൂടി 8.5 കിലോമീറ്റർ കൂടി പോയ കുറുവാദ്വീപ് എത്തി കേട്ടോ. പിന്നെ അവിടെ നിന്ന് കാട്ടിക്കുളം ഇതാണല്ലേ, അടുത്താണല്ലേ. കാട്ടിക്കുളം അടുത്ത് തന്നെയല്ലേ കുറുവാദ്വീപ് പിന്നെ. എന്താണ് ഇവിടെ ഉണ്ടല്ലേ ട്രൈബൽസ് ഉണ്ട് ഇവിടെ. സാരി ഉടുക്കൽ ഒരു പ്രത്യേകത കേട്ടോ.
ഒന്നുമില്ല, റോഡേ ഭയങ്കര മോശമാണ് പറയാ. ഇതിപ്പോ നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കിട്ടാട്ടോ പോണത്. ഗൂഗിൾ മാപ്പ് നോക്കി പോണ റോഡിന്റെ വീതി ഇങ്ങോട്ട് പറ്റേ ചുങ്ങി വരുന്നുണ്ട്. എവിടെ എത്തും എന്താണോ എന്നുള്ളതൊന്നും അറിയില്ല. അല്ലൂസ് ഒന്നും ഉണ്ടായിരിക്കേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്റെ അല്ലൂസേ, കാട്ടിക്കുളത്തേക്ക് നമുക്ക് 5.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. എത്തോ ഇല്ലെന്നുള്ളത് നമ്മൾ അവിടെ എത്തുമ്പോ മാത്രമേ നമ്മൾ മനസ്സിലാവുള്ളൂ എന്താ കാട്ടിക്കുളം തന്നെയാണോ എത്തണെന്നുള്ളത്. ഇപ്പൊ എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് സംഭവം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിക്ക് എൻട്രി ആയി. ഇനി 3.5 കിലോമീറ്ററും കൂടി ഉള്ളു കേട്ടോ. അത് കാടെത്തി അല്ലേ. അത്യാവശ്യം ചെറിയൊരു ഫോറസ്റ്റ് ഭാഗം എത്തിട്ടോ. ഏത് സ്ഥലം എന്നുള്ളത് കാട്ടിക്കുളം തന്നെയാണ് പറയുന്നത്. ഒരു ബസ്സൊക്കെ വരുന്നുണ്ട്. എവിടേക്കുള്ള ബസ്സാ? മാനന്തവാടി, കാട്ടിക്കുളം മാനന്തവാടി. തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ അത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് വരുന്നത്. അത്യാവശ്യം ഫോറസ്റ്റും കാര്യങ്ങളുമാണ് കേട്ടോ അത്. ഫോറസ്റ്റ് ആണ് വരുന്നത്. ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും. തോൽപ്പെട്ടി നെഞ്ഞ് കഴിക്കണ്ട. നമ്മളാ മേടിച്ച ചക്ക ചിപ്സ് ആണ് കേട്ടോ ഇക്ക എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലൂസ് പിന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്താ പാട്ട് പാടുന്നുണ്ട്. അല്ല, ഒരു പാട്ട് കൂടി പാടുവാ? നമ്മള് പാടാൻ പറഞ്ഞ പാടില്ല കേട്ടോ. കണ്ടോ? അല്ല, ഒരു പാട്ട് കൂടി പാടുമല്ലോ. പാടില്ല കണ്ട. പാടില്ല. പാടില്ല. ഇനി നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ അവനോട് പാടാനൊന്നും പറയാതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അവൻ പാടും. അതിനെ ചക്ക ചിപ്സ് ഓവർ കഴിച്ചാല് ഗ്യാസ് കേറും. ഇതൊക്കെയാണ് അല്ലൂസിന്റെ കാര്യങ്ങൾ. ഇല്ല അല്ലൂസേ? ഈ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയാ, വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് നീറ്റ് പ്ലേസ് ആട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള സ്ഥലാട്ടോ ഇവിടെ. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു അന്തരീക്ഷം. നല്ല സംഭവം, അടിപൊളിയാട്ടോ. കണ്ടോ? ഇവിടുത്തെ വീടുകൾക്കും തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ചെറിയ വീടുകളാ. പക്ഷെ ആ വീടുകൾക്ക് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ചെടികളാണെങ്കിലും അതുപോലെ ഇങ്ങനെ കാപ്പി, തേയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടുക്ക് ആണ് വീടുകൾ ഉണ്ടാവുക. പക്ഷെ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാന്. അങ്ങനെ നമ്മള് കാട്ടിക്കുളം ടൗൺ എത്തിയിട്ടോ. അത് കാട്ടിക്കുളം ടൗൺ ആണ്. കണ്ടോ? പിന്നെ മൈക്കിന്റെ ചാർജ് കഴിഞ്ഞു. അതാട്ടോ നമ്മള് സൗണ്ട് ഒരിത്തിരി പ്രശ്നം വരും, അഡ്ജസ്റ്റ് ചെയ്യണേ എല്ലാവരും. ഇതാണ് കാട്ടിക്കുളം ടൗൺ ആണ് കേട്ടോ. അത് കാട്ടിക്കുളം അല്ലടാ, കാട്ടിക്കുളം. ഇവിടെ കന്നഡയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ കന്നഡ എന്താ? ബാവലിയോ? ബാവലി, മൈസൂർ, തിരുനെല്ലി. അങ്ങനെ നമ്മള് ഇങ്ങോട്ട് തിരിഞ്ഞ് തോൽപ്പെട്ടി പോലീസ് സ്റ്റേഷൻ. അതാണ് തോൽപ്പെട്ടിയാണ് കേട്ടോ അത്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് പറഞ്ഞാല് സ്വർഗാണ്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, എന്തോ ഒരു വൃത്തിയാണ്, നീറ്റാണ് കേട്ടോ സംഭവം. കാണാന് ഭയങ്കര, ഇതിപ്പോ വീഡിയോയില് കാണുന്നേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഡയറക്റ്റ് കാണുമ്പോ ഇതിപ്പോ വീഡിയോയില് ഇപ്പോ കുറച്ച് ക്ലാരിറ്റി കമ്മി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഡയറക്റ്റ് കാണുമ്പോഴാണ് ഇത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുക കേട്ടോ. പക്ഷെ ഇത് വന്നിട്ട് കാടാണ് കേട്ടോ, അല്ലോട് പറയുന്നത്. ഫോറസ്റ്റിസ്റ്റ് അല്ലൂസ് ചെലപ്പോ പറഞ്ഞ ഫോറസ്റ്റ് അവനക്ക് ഇഷ്ടാണ് കേട്ടോ. പക്ഷെ ആനനെ ഭയങ്കര പേടിയാണ് കേട്ടോ. അല്ലൂസേ പുലിനെ പേടിയൊന്നും ഇല്ല കേട്ടോ, ആനനെ മാത്രാണ് പേടി. അതാണ് സംഭവം. ഇരുട്ടായാലാണ് പേടി, പകല് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. ഇതിന് നടുക്കൊരു കുളം ഉണ്ട് കേട്ടോ. കരുണാഭവൻ സംഭവം. രണ്ട് സൈഡും കാപ്പിത്തോട്ടാണ്, അതിന്റെ ഇടയിൽ കൂടി വലിയ വലിയ മരങ്ങള്. ഇത് കുരുമുളക് കയറ്റാനൊക്കെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. എന്താ രസം, എന്താ രസം. ഇവിടെ ആശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടി കേട്ടോ. സംഭവം വേറൊരു വൈബാട്ടോ സംഭവം. ഒക്കെ തരാട്ടോ, എല്ലാം തരാം നമുക്ക്. ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വരാൻ പറ്റിയ സ്ഥലം അല്ലേ കൊടുക്. ഇപ്പൊ അകത്ത് ഒരുപാട് മലയാളികൾ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. മലയാളികൾ തന്നെ ഉള്ളു തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാ ഇവിടെ കൂടുതലും എഴുതി വെച്ചിരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളികളാണ് കൂടുതലും. ഇവിടെ കുറച്ച് 2-3 ചെറിയ കടകളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടകളൊന്നും ഇല്ല അല്ലിക്ക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ് അല്ലേ. ഇവിടെ നിന്ന് ഫോറസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് അങ്ങനെ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മള്. സംഭവം ഇപ്പൊ എങ്ങനെ അറിയോ, ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ അതിരാവിലെയൊക്കെ വരണം. അതായത് ഒരു 6 മണി ആ സമയത്തൊക്കെ വന്നാല് നല്ല അടിപൊളി കാഴ്ചകളാക്കാൻ. അതേപോലെ ഇപ്പൊ ഈ വൈകുന്നേരം ഈ ഒരു 6 മണി 5:45 6 മണി ആ സമയം കണ്ടോ, ഈ ഒരു സമയത്ത് നല്ല സംഭവമാട്ടോ. അവിടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാ. ഇഷ്ടാവാനായി അല്ലൂസ് ഇങ്ങനെ പറയലോടത്തിട്ടോ. ഇനി അല്ലൂസിന് ഭയങ്കര പേടിയാണ്. കണ്ടോ, കണ്ണത്തോ ദൂരത്തോളം റോഡ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റട്ടോ നിങ്ങക്ക്. എന്തൊക്കെ വട്ടം ചുറ്റി കൊണ്ടുള്ള റോഡാട്ടോ. തോപ്പെട്ടി അല്ലടാ, തോൽപ്പെട്ടി. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പകല് വെയിലർച്ചീനുള്ള സംഭവം തോന്നുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. തേക്കിന്റെ മരങ്ങളാണ് ഇല്ലേ കൂടുതലും. അത് നീ കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഉള്ളിക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോ കൊടൂര കാടും കാര്യങ്ങളൊക്കെ കരല്ലേ. ഇത്ര ഉള്ളു കാട് ഇല്ലേ. കാട് കഴിഞ്ഞു അല്ലേ. ഇനി ഉണ്ടോ? ഓ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഉണ്ട് കേട്ടാ. ഇത് ചെക്ക് പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ. അല്ലൂസേ ഓർമ്മ കളിക്കണ്ട. ഫോറസ്റ്റ് ഹണി എന്നൊക്കെ പറഞ്ഞത് അവിടെ ഇതുണ്ട് കേട്ടോ, തേനുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പോകുന്ന നല്ല തേന് കിട്ടുകയാണെങ്കിൽ മേടിക്കണം എന്ന്. നല്ല തേന് കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം കേട്ടോ. കാരണം തേൻ എപ്പോഴും ആവശ്യം വരും കുട്ടികൾക്കൊക്കെ. എന്തെങ്കിലും ഒരു ചുമ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയുടെ നീരൊക്കെ പിഴിഞ്ഞു കൊടുക്കാനൊക്കെ. നമ്മൾ മേടിക്കുന്ന തേനുണ്ടല്ലോ, ആ തേന് ഒറിജിനൽ ആണോ അല്ലേന്ന് അറിയാൻ നമ്മൾ ആ ഫ്രിഡ്ജിൽ ഒരു 2 ദിവസം വെച്ചാൽ മതി. ആ ശർക്കര പാനി ഇങ്ങനെ കട്ടായി നിക്കുന്നുണ്ടാവും അല്ലേ തേനില്. നല്ല തേനേ ഇപ്പം കിട്ടാനില്ല.
ഈ ഭാഗത്തൂടെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. ഭാഗത്തൂടെ ട്രൈബൽസ് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. സംഭവം കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ, പക്ഷെ കാണാൻ നല്ല നല്ല രസാട്ടോ. കണ്ടോ അത്യാവശ്യം നല്ല കാടെത്തിട്ടോ. രണ്ട് സൈഡും തേക്ക് മരങ്ങളാണ്. പിന്നെ ആനകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആനകൾ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ ഇക്ക. പക്ഷെ നമ്മൾ ആനയൊന്നും കണ്ടില്ല കേട്ടോ. ഇത്രയും നേരമായിട്ട് നമ്മൾ ആനയൊന്നും കണ്ടില്ല. തെരയാലോ, കണ്ടാൽ കാണാം അല്ലേ? തെരഞ്ഞു നോക്കാമല്ലോ. ആന കാണുന്നുണ്ടോ, ആന കാണുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഏകദേശം കാട് കഴിയാറായി തുടങ്ങിട്ടോ. അല്ല, അത് തോൽപ്പെട്ടി ഇങ്ങോട്ട് തിരുനെല്ലി പോകുന്ന റോഡ്, 2 റോഡ് ഉണ്ട് കേട്ടോ. അതാണ് പറയുന്നവര്. ഞാൻ കാട് കഴിയാറായി തുടങ്ങിയതാന്ന് വിചാരിച്ചിട്ടോ. കടകളൊക്കെ കണ്ടപ്പോ അത് അവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ സംഭവമാണ്. റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണല്ലേ കവല. ചെറിയൊരു കവല. മാനുണ്ട് കേട്ടോ. അത് കൂടി കുറച്ചെല്ലാം അവിടെ ഞാനൊരു മാൻ കണ്ടു. പട്ടാമ്പീസോ ആനിമൽസിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഫൈന് 2000 രൂപ കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മങ്കീസ് ഇരിക്കുന്നുണ്ടോ? അങ്ങനെ കാട് ഏകദേശം കഴിയാറായി തുടങ്ങിട്ടോ. കണ്ടോ, കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ ഒരു സൈഡ് ഉണ്ട്, ഈ സൈഡ് ഇപ്പോഴും കാട് തന്നെയാണ്. പക്ഷെ ഈ സൈഡ് കണ്ടോ, തേയിലത്തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോ ഏകദേശം ഫോറസ്റ്റ് കഴിയാറായി തുടങ്ങിയിട്ടുണ്ടാവും. നോക്കാം. കഴിഞ്ഞു കേട്ടോ. സംഭവത്താക്കണം റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചൺ അന്നപൂർണ്ണ സംഭവം എല്ലാം എന്താ ചെറിയ ചെറിയ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മലയാളികളെ തന്നെ കാരണം തോന്നുന്നുണ്ട്. കാരണം മലയാളം ഒരുപാട് മങ്കീസ് കണ്ടല്ലോ. ബേബികളുണ്ടോ? കുട്ടികളും ബേബീസും കുട്ടികളും. ഇത് കഴിഞ്ഞോട്ടോ സംഭവം.